ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. റിപ്പേഴ്സ് ടേസ്റ്റ് ടൈം, ശിവ ഹിയർ. അപ്പോ ഇന്നലെ ഇവിടെ ഹർത്താലും ഒഡിയന്റെ റിലീസും അക്വാമാന്റെ റിലീസും എല്ലാമായിരുന്നു. അപ്പോ ഇത് മൂന്നും ഞാൻ കാണാനിടയുണ്ടായി. അപ്പോ ഇത് മൂന്നിനെ പറ്റിയുള്ള റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പൊ ക്യാമറ എടുക്കുന്ന എന്റെ അനിയനാണ് ഹരിശങ്കർ. പുള്ളിക്ക് 20-ാം തീയതി ഗ്രാഫിക്സിന്റെ എക്സാം ആണ്. അത് മാത്രമല്ല, ഇന്നിപ്പോ തന്നെ 2:30-ക്ക് വാച്ചില്ല, 2:30-ക്ക് ഒഡിയന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഗ്രാഫിക്സ് എക്സാമിന് ഉപകാരപ്പെടുമായിരിക്കും ഈ ഗ്രാഫിക്സ് പടം, VFX ഒക്കെ ഉള്ള പടം. അത് മാത്രമല്ല, കുറച്ചധികം പാഠങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. അധികം പ്രതീക്ഷകൾ പാടില്ല എന്നുള്ളതും, അമിതമായ ആഗ്രഹങ്ങൾ പാടില്ല എന്നുള്ളതും, ഈ ബിഗ് ബജറ്റിൽ കാര്യമില്ല എന്നുള്ളത് KTUന്റെ എക്സാമിനേഷനൊക്കെ ആയിട്ട് തന്നെ ബന്ധമുണ്ട്. അപ്പം ഇനി താഴെ ചെല്ലി പോയി കളിച്ചിട്ടേക്കോ, അതൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. അപ്പൊ നമുക്ക് ഹർത്താലിൽ തുടങ്ങാം. ഹർത്താലിന് കാരണമായത് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരാള് ആത്മഹത്യ ഉണ്ടായതാണെന്ന് മാത്രമേ അറിയാവൂ. അപ്പോ ആ ഒരു വ്യക്തിനെ പറ്റി അധികം പറയുന്നതിൽ കാര്യമില്ല. കാരണം ഒരു മരിച്ചുപോയ വ്യക്തിനെ പറ്റി പറയുന്നത്, അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ എന്തായാലും പുള്ളിയുടെ ആത്മാവിന് ആത്മശാന്തി നേരുന്നു. പിന്നെ ആ ഒരു ഇൻസിഡന്റില് ഹർത്താല് വെക്കേണ്ടതിന്റെ അത്യാവശ്യം എന്താണ് എന്നുള്ളത് എല്ലാ ജനങ്ങളും ചോദിച്ചതുപോലെ തന്നെ ഞാനും ചോദിച്ചു. കാരണം ഹർത്താൽ കൊണ്ട് ഈ പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്യാൻ ഒരു പ്രശ്നം ഉണ്ടായി, അതുപോലത്തെ പല പ്രശ്നങ്ങളും നമ്മളെ ചുറ്റുവട്ടത്തുള്ള പല ആൾക്കാർക്കും ഉണ്ടാക്കുന്നു എന്നുള്ളത് ഹർത്താൽ കൊണ്ടൊരു ഗുണമായിട്ട് ഉള്ളൂ. അതൊരു എപ്പോഴും ദോഷം തന്നെയാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് ഇമാജിൻ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പോ പിന്നെ എല്ലാവരും അതിൽ ട്രോൾ ഉണ്ടാക്കുകയും സന്ദേശം സിനിമയിൽ സംഭവിച്ച കാര്യങ്ങളാണ് സംഭവിച്ചത് എന്നൊക്കെ പറയുന്നു. അപ്പൊ എനിക്കും തോന്നി സന്ദേശം സിനിമയിൽ സംഭവിച്ചതുപോലത്തെ ഒരു ഇൻസിഡന്റ് നമുക്ക് അങ്ങനെ ഒരു സംഭവിച്ചതായിട്ട്. പക്ഷെ എനിക്ക് അതിനേക്കാളും കുറച്ചും ആപ്റ്റ് ആയിട്ട് തോന്നിയത് സർക്കാർ എന്ന് പറയുന്ന മൂവിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതുപോലത്തെ ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു സീൻ. അപ്പോൾ എനിക്ക് അതിനെയാണ് കുറച്ചും കൂടെ തോന്നിയത്. അപ്പം ഈ സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയോ കൊണ്ടതുകൊണ്ടാണല്ലോ അയാൾ പുഴയിലോ വീട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയൊന്നും അല്ല, സെക്രട്ടറിന്റെ ഫ്രണ്ടിൽ വന്നിട്ടാണ് ആത്മഹത്യ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടായി. അപ്പൊ നമ്മൾ അതിനെ ചിരിച്ചു കളയാണ്ട് ഇതിന്റെ പിറകില് ഹർത്താലൊന്നും വെച്ച് അല്ല ഇതിനെ മനസ്സിലാക്കുള്ളത്. ആൾക്കാരെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടും ഉള്ള വേറെ രീതിയിൽ ഉള്ള ഓരോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇനിയുള്ള ഈ ജനറേഷനിൽ ഓരോ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇനി അടുത്ത ഒഡിയനെ പറ്റി പറയാം. ഒഡിയനെ ഞാൻ കാണാൻ പോകുന്നതിന് മുമ്പ് ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഈ പ്രൊമോഷൻ പേജുകളും കണ്ടിന്യൂസ് ആയിട്ട് ഈ കഴിഞ്ഞ ഒരു വർഷവും ഇതിനു വേണ്ടി കാത്തിരിക്കുകയോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. എനിക്ക് മനസ്സിലുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ പടം എന്നുള്ള രീതി തന്നെയാണ്. അല്ലാണ്ട് ഭയങ്കര VFXും ബ്രഹ്മാണ്ടവും എന്തിനൻ ഇറങ്ങും പോലെയോ അല്ലെങ്കിൽ ബാഹുബലി ഇറങ്ങും പോലെയോ ഉള്ള ഒരു പടമാണെന്നൊന്നും എനിക്ക് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ആയിരുന്നു പടവും. സാധാരണ ഒരു പടം, നല്ലൊരു പടം, നല്ല രീതിയിൽ ഉള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവസാനത്തെ ഫൈറ്റും VFXും ഒക്കെ മോശമില്ലാത്ത രീതിയിലുണ്ട്. പിന്നെ ഇവര് പറയുന്നത് പോലെ 100 കോടി മുടക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും പറയാൻ ആരുമല്ല. അത്രമാത്രം മുടക്കിയിട്ടുണ്ട് എന്നും തോന്നുന്നുമില്ല. സാധാരണ ഒരു നല്ല പടം, അതിന് ഇത്രയും ഹൈപ്പൊക്കെ കൊടുത്തുകൊണ്ടാണ് ആ പടം ഇത്രയും മാത്രം മോശമാവാൻ കാര്യം. പിന്നെ പറയാനുള്ളത്, ഇന്നലെ തന്നെ ഞാൻ അക്വാമാൻ കണ്ടു. അക്വാമാൻ DCന്റെ ബെസ്റ്റ് മൂവി എവർ, ആ രീതിയിൽ തന്നെ പറയാം. അത്രമാത്രം ഗ്രാഫിക്സ് അല്ല, അതിന്റെ അകത്ത് ഉള്ള കണ്ടന്റും കോമഡി, DCയിൽ അതിനാണ് ഇത്രയും മാത്രം കോമഡി ഞാൻ എൻജോയ് ചെയ്യുന്നത്. സാധാരണ മാർവലിന്റെ മൂവീസിലാണ് ഇത്രയും മാത്രം ഒരു കോമഡിയൊക്കെ വരുന്നത്. ഇത് പക്ഷെ DC ആണോ എന്നൊരു സംശയം. കാരണം DC മൊത്തത്തിൽ ഡാർക്ക് ആണല്ലോ. എല്ലാവരുടെയും മനസ്സിൽ DC ഡാർക്ക് ആയിട്ടുള്ള ഒരു രൂപമാണ്. ഇത് അത്രമാത്രം ഡാർക്ക് ആയിട്ടുള്ള രൂപമല്ല, മാർവൽ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മൂവി. അത് പക്ക അടിപൊളിയാണ്. നിങ്ങൾ എല്ലാവരും പോയി കാണണം. അപ്പൊ ഒടിയനും നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾക്കൊക്കെ അധികം പ്രതീക്ഷയൊക്കെ വെച്ച് പോകുമ്പോഴാണ്, ഇതാണ് നിന്റെ അടുത്ത് KTU എക്സാമിനേഷൻ എഴുതാൻ പോകുമ്പോൾ അധികം പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് വേണം എക്സാം എഴുതാൻ പോവാൻ. അല്ലാതെ എഴുതി എനിക്ക് അത്ര മാർക്ക് കിട്ടും, അല്ല ഓവർ കോൺഫിഡൻസിലൊന്നും കാര്യമില്ല. കണ്ടിന്യൂസ് വർക്കിലാണ് കാര്യം. അപ്പോ അതാണ് ഒടിയനും അക്വാമാനും. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് മെട്രിക്സും ടെർമിനേറ്ററും അങ്ങനെ സൈഫൈ റോബോകോപ്പും ഇതുപോലത്തെ ഇഷ്ടംപോലെ മൂവീസ് ഹോളിവുഡ് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൽ പല കാര്യങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും ഓഗ്മെന്റഡ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും എല്ലാം സത്യമായി കഴിഞ്ഞു. അപ്പോ പണ്ട് കാലത്ത് മൂവിയിൽ സയൻസ് പരമായിട്ട് കാണിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഒരു 20 കൊല്ലത്തിന് ശേഷം ഇന്നിപ്പോ റിയാലിറ്റി ആയി.
അപ്പൊ അന്ന് ചിന്തിക്കാനായിട്ട് പ്രചോദനം അവിടുത്തെ ജനങ്ങൾക്ക്, അവിടുത്തെ കുട്ടികൾക്ക് ഇമാജിനേഷൻ ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങൾ കൊടുത്തിരുന്ന ഇതുപോലത്തെ മൂവീസാണ്. അപ്പൊ ഈ മൂവീസിന്റെ പിറകെ വർക്ക് ചെയ്തിരുന്ന ഡയറക്ടേഴ്സും അതിന്റെ പിറകെ തന്നെ വർക്ക് ചെയ്യാനായിട്ട് കുറെ എഞ്ചിനീയേഴ്സും സയന്റിസ്റ്റുകളും അതുപോലെ തന്നെ ഗ്രാഫിക്സിന് വേണ്ടിയായിട്ട് ന്യൂട്ടോണിയൻ തിയറിയും എല്ലാം നമുക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് ആ ഒരു എഫക്ട്സ് കൊണ്ടുവരാൻ വേണ്ടിയായിട്ട് സഹായിക്കുന്ന ഗ്രാഫിക്സുകളൊക്കെ അങ്ങനെ വരുന്നുണ്ടല്ലേ. അപ്പോ അതുപോലത്തെ ഇപ്പൊ നമ്മളെ സിറ്റുവേഷനിൽ എടുത്തു നോക്കിയാൽ ഇവിടെ സംഭവിക്കുന്ന സന്ദേശത്തിൽ അന്ന് സംഭവിച്ച കാര്യങ്ങളും ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. അവിടെ ഇപ്പം റോബോട്ടിക്സും കാര്യങ്ങളും ഒക്കെ റിയാലിറ്റി ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇന്നും അതിനെപ്പറ്റിയൊന്നും അവെയർ അല്ല. ബോസൺ ഡൈനാമിക്സ് എന്ന് പറഞ്ഞ കമ്പനി ഇറക്കുന്ന ഹ്യൂമൻസിനെ പോലത്തെ റോബോട്ടിനെ പറ്റി ആർക്കും അറിയത്തില്ല. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിനെ പറ്റി ആർക്കും അറിയത്തില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതിനെ പറ്റി ആർക്കും അറിയാം. ഇവിടെ ഇപ്പോഴും എന്തൊക്കെയോ പറഞ്ഞ് വെറുതെ തക്കിച്ചോണ്ട് നടക്കുന്ന കുറെ ജനവിഭാഗങ്ങളാണ് നമ്മളെ ചുറ്റും കാണുന്നത്. അപ്പോ എഡ്യൂക്കേഷനും ലിറ്ററസിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ഓരോ പടത്തിന്റെയും വ്യത്യാസം. നമ്മുടെ നാട്ടില് ഒടിയൻ ഇറങ്ങുന്നു, അതിനെപ്പറ്റി ഭയങ്കര ഹൈപ്പും കാര്യങ്ങളുമായിട്ട് ഡയറക്ടറിനെ ചീത്ത വിളിക്കുന്നു, ഇതൊക്കെ പ്രശ്നമായിട്ട് പോകുന്നു. അതേ സമയത്ത് എന്തിനുമില്ലാത്ത ഒരു കാരണത്താൽ ഹർത്താൽ വെക്കുന്നു, അത് ഹർത്താൽ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നു, ഡെവലപ്മെന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. പണ്ട് ആ സമയത്ത് അവിടെ കമ്പ്യൂട്ടർ വരികയും എല്ലാവരും കമ്പ്യൂട്ടർ എഡ്യൂക്കേറ്റഡ് ആയപ്പോഴത്തേക്ക് ഇവിടെ അന്നത്തെ കാലത്ത് കമ്പ്യൂട്ടറിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇന്ന് അതേപോലെ അക്വാമാൻ പോലത്തെ സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും ഇവിടെ ഇന്ന് നിലവാരം കുറഞ്ഞ സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ മനോഭാവം ഇങ്ങനെ എന്ന് തോന്നുന്നു. അപ്പൊ നല്ല നല്ല ഓരോ റിയാലിറ്റി ആയിട്ടുള്ള മൂവീസൊക്കെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് ആൾക്കാരെ ഇൻസ്പയർ ചെയ്ത് എന്തെങ്കിലും ഗുണപരമായിട്ടുള്ള കാര്യം ഭാവിയിലത്തേക്ക് വേണ്ടി വരത്തുള്ളൂ എന്നുള്ള ഒരു പാഠമാണ് ഈ ഹോളിവുഡ് മൂവീസും അത് കാരണം ഉണ്ടാകുന്ന റിയാലിറ്റിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം സത്യമാവുകയും ഇവിടെ വെറുതെ ഉള്ള ഒന്നുമില്ലാത്ത കഥകളൊക്കെ ഇറങ്ങുകയും അത് റിയാലിറ്റി ആവുകയും ചെയ്യുന്നത്. കാരണം കാണുന്നതേ സംഭവിക്കത്തുള്ളൂ, അതേ നമ്മുടെ മനസ്സിലുണ്ടാകത്തുള്ളൂ, അതായിരിക്കും ഇമാജിൻ ചെയ്യുന്നത്, അതായിരിക്കും അവര് മാനിഫെസ്റ്റും ചെയ്യുന്നത്. അപ്പോ ഇതാണ് എന്റെ ഒടിയന്റെയും അക്വാമാന്റെയും ഹർത്താലിനെ പറ്റിയുള്ള ഒരു ഷോർട്ട് റിവ്യൂ. അപ്പോ ശിവ സൈനിങ് ഔട്ട് ഫ്രം റിപ്പിൾ സ്പേസ് ടൈം. നമുക്ക് ഇനിയും മനോഹരമായ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.